കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യൻ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മരിച്ചവരുടെ ആഭരണം ജീവിച്ചിരിക്കുന്നവർ ഉപയോഗിച്ചാൽ. മരിച്ചവരുടെ ആഭരണം, മരിച്ചവരുടെ വസ്തുക്കൾ എടുക്കരുത്, അതിനെക്കുറിച്ചൊക്കെ കുറെ എപ്പിസോഡുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വെച്ച് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയാൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ആഭരണം, നമുക്ക് വിലയുള്ള സാധനങ്ങളൊന്നും കളയാൻ ആരും അങ്ങനെ നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറാവില്ല. ഞാൻ പറഞ്ഞിട്ട് മരിച്ചവരുടെ വസ്തുക്കള്, പ്രത്യേകിച്ച് ആഭരണങ്ങൾ, വെള്ളിയോ സ്വർണ്ണോ ഡയമണ്ടോ എന്തും ആയിക്കോട്ടെ, അത് അതേപടി ഉപയോഗിക്കാതെ അത് മാറ്റി വാങ്ങിക്കുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും. മാറ്റി വാങ്ങിക്കുമ്പോൾ അത് വേറെ ഇതായിട്ട് പോവുമല്ലോ. നമുക്ക് അത് കൊടുക്കുകയും ചെയ്യാം, വേറെ നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും. അപ്പം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, എന്നാൽ അല്പം ഭയപ്പെടുത്തുന്ന കാര്യം നമുക്ക് എൻ്റെ ഇതൊരു അനുഭവത്തിനിടയ്ക്ക് ഒന്ന് വന്നതാണ്. വലിയ നാളായി കാണത്തില്ല, കൂടി വന്ന ഒരു 4-5 മാസം മുമ്പ്. അതായത് ഒരു സ്ത്രീക്ക് ഭയങ്കര ബാധാവിഷയം. അവർ ഭയങ്കരമായിട്ട് അലറുകയും കൂവുകയും വിളിക്കുകയും ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും അങ്ങനെ ഭയങ്കര അവരെല്ലാമായിട്ടങ്ങ് മാറുക. പല പ്രമുഖ ജ്യോതിഷന്മാരുടെ തന്ത്രിമാരുടെ ഒക്കെ പോയി. സംഭവം അവരെന്തൊക്കെയോ വഴിപാടും എന്തൊക്കെയോ പൂജകളും ഒക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ട് ആളിന് മാറ്റമൊന്നുമില്ല. ഇപ്പൊ എന്റെ വലിയ വലുപ്പം പറയുമോ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പൊക്കുവോ ഒന്നും ചെയ്യല്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഭഗവതി അനുഗ്രഹം കൊണ്ടായിരിക്കാം, ഞാൻ എന്തോരം നോക്കി ദീപാസനം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു താലിമാലയാണ് ഇവർക്ക് ബാധയായി വന്നേക്കുന്നത്. അതെങ്ങനെ വന്നു എന്ന് നോക്കാം. അപ്പൊ ഇവര് കൊല്ലത്തു നിന്ന് വന്നൊരു സ്ത്രീയും ഭർത്താവും എല്ലാം കൂടെ വന്നു. അവരുടെ എന്നിട്ട് ബന്ധുക്കളും എല്ലാം കൂടെ പിടിച്ചുകൊണ്ടാണ് അവര് വന്നത്. ജ്യോതിഷാലത്തിലൊക്കെ ഇരുന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയവര്. അവര് ഒഴിഞ്ഞു പോകത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ പ്രശ്നമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് താലിമാല ഒരു 6-7 മാസം മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇവര് ആറ്റിലെന്തോ കുളിക്കാനായിട്ട് പോയത്. അന്നേരം അവിടെ വെച്ച് എന്തോ അഴിഞ്ഞു പോയോ മറ്റോ ചെയ്തതാണ്. അങ്ങനെ താലിമാല പോയി, 1.5 പവന്റെ സ്വർണ്ണം അതിന് പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇവരുടെ ഭർത്താവാണ് മഹാപിശുക്കനായിരുന്നു. ഇവർ രണ്ടുപേരുടെ അടുത്തുള്ള അവർക്ക് അറിയാവുന്ന ഏതോ ഒരു സുഹൃത്തിന്റെ ജ്വല്ലറിയിൽ പോയി ഒരു താലിയും പറഞ്ഞതുപോലെ തന്നെ ഒരു മാലയും കൂടെ വാങ്ങിക്കാൻ നിർത്തിയിട്ടു. അപ്പം ഇവര് ഇത് അവിടെ ചെന്ന് നോക്കിയപ്പോഴതൊക്കെ എല്ലാം ഇവർക്ക് മനസ്സിനൊത്ത ഡിസൈൻ ഒന്നാമതില്ല, രണ്ടാമത് സ്വർണത്തിന്റെ വിലയൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ്. അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എന്നാൽ താലിമാല ഇല്ലാതിരിക്കാനും വയ്യ. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനോടുള്ള ഒരാള് കുറച്ച് 2-3 വളയും മോതിരവും കുറച്ച് സ്വർണ്ണം എല്ലാം കൂടെ വിൽക്കാനായിട്ട് വന്നു. നോക്കിയപ്പോൾ അതിനകത്തൊരു താലിമാല, ഇവരുടെ നഷ്ടപ്പെട്ടു പോയ അതേ താലിയുടെ അതേ ഡിസൈനുള്ള താലി, ആ മാലയുടെ അതേ ഡിസൈനുള്ള മാല. അപ്പൊ അവരെന്ത് ചെയ്തു, ഇത് ജ്വല്ലറി ഉടമസ്ഥ സുഹൃത്താണല്ലോ, അവിടെ നിന്ന് പണിക്കൂലിയില്ല, കറക്റ്റ് ആ സ്വർണ്ണ വിലയ്ക്ക് തന്നെ ആ താലിയും ആ മാലയെല്ലാം കൂടെ വിരിഞ്ഞ് നേരിട്ട് ആ ഉടമസ്ഥന്റെ നെരിഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുവാ, അന്ന് വൈകുന്നേരം തൊട്ടാണ് ഇവർക്ക് ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. എന്നാ ഇത് വാങ്ങിച്ചു, ഇത് ദൈവാധീനം ഉണ്ടോ എന്തായാലും നോക്കിയിട്ടൊന്നും വേണ്ടേ വാങ്ങിക്കാനായിട്ട്. ലാഭത്തെ കിട്ടിയപ്പോൾ ആരായാലും ലാഭം നോക്കുന്നവരാല്ലാരും. ഒന്നും വാങ്ങിച്ചു അന്നേരം കഴുതയിലും കിട്ടു, കഴുതയിലിട്ട് നേരെ വീട്ടിലോട്ടങ്ങ് പോയി. അറ്റ്ലീസ്റ്റ് അതൊരു അമ്പലത്തിൽ കൊടുത്തത് പൂജിക്കുമെങ്കിലും വേണ്ടായ, അതുപോലും ചെയ്യില്ല. അമ്പലത്തിൽ കൊണ്ട് താലിയായിട്ട് കിട്ടുമെങ്കിലും വേണ്ടായ, ഒന്നും ചെയ്യില്ല. അതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ താലിമാല ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയുടെ ആയിരുന്നു. ഇവര് ഒരു ബൈക്ക് ആക്സിഡന്റില് ഇവരുടെ ഭാര്യ മരിച്ചുപോയി. അപ്പൊ ആ ഭാര്യയുടെ ആഭരണങ്ങളാണ് ഇയാൾ വിൽക്കാൻ കൊണ്ടുവന്നത്, കടയിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന്റെ ആത്മാവ് അല്ലെ അതിന്റെ സാന്നിധ്യം അതിലുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇയാളിട്ടപ്പോഴത്തെ ഇയാൾക്കൊരു ആവേശം ഉണ്ടായി. അപ്പൊ അതാണ് ഈ വിഭ്രാന്തികളൊക്കെ കാട്ടിക്കൂട്ടിയത്. അത് വേണ്ട ഇപ്രകാരം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മാറ്റമായി. എന്ന് പറഞ്ഞ പോലെ ഈ ആഭരണങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കഴിവതും പുതിയത് തന്നെ വാങ്ങിക്കുക. ചില കേൾക്കുമ്പോൾ തോന്നും നമുക്ക് സ്വർണ്ണക്കടക്കാരുമായിട്ട് എന്തെങ്കിലും പരിചയം കാണും, അതുകൊണ്ടൊന്നും പറഞ്ഞൊന്നുമല്ല. പക്ഷെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. മരിച്ചുപോയവരുടെ ആഭരണങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാട്ടെ. സാധാരണഗതിയും മരിച്ചവരുടെ ഒന്നും വിഷയമില്ല, അധികം ദുർമരണപ്പെട്ടു പോയവരുടെയൊക്കെ ഭയങ്കര വിഷയമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. മരിച്ചവരുടെ ആഭരണങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഒന്നുകിൽ മാറ്റി വാങ്ങുക, അല്ലെങ്കിൽ ഉരുക്കി വേറെ ആക്കിയാലും വിഷയമില്ല. കഴിവതും മാറ്റി വാങ്ങുന്നതാണ് നല്ലത്.
ചുറ്റുവാങ്ങി അവർക്കൊരു ദോഷം ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും. അങ്ങനെ വിഷയമൊന്നുമില്ല. കാരണം അവരത് കൊണ്ടുപോയി ഉരുക്കുകയല്ലേ. ഉരുക്ക് അത് വേറൊരു ആഭരണമാക്കി മാറ്റുക. അപ്പൊ അതിന്റെ ആ സാന്നിധ്യം പൂർണ്ണമായിട്ടും അങ്ങോട്ടങ്ങ് പൊക്കോളും. ഒരു സാധനം നശിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതങ്ങ് പോകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത് വസ്തുവായാലും മാറ്റി വാങ്ങുക, അതിനാണ് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് പറയാന്നല്ലേ പറ്റുള്ളൂ. ചെയ്യേണ്ടത് നിങ്ങളാണ്, വിശ്വസിക്കേണ്ടത് നിങ്ങളാണ്. വിശ്വാസിയോ ഫലതായോ, വിശ്വസിക്കുന്ന അതിന്റെ ഫലം കിട്ടും, അവിശ്വസിക്കുന്ന അതിന്റെ ഫലവും കിട്ടും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.